ഇന്ന് ദേശീയ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനാണ് ഞങ്ങളെല്ലാവരും വന്നിട്ടുള്ളത്. സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ഡൽഹിയിൽ നടക്കുന്നില്ല. അതൊക്കെ അതാത് തലങ്ങളിൽ നടക്കുകയാണ്. ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ ഉള്ളിലെ ചർച്ചകളൊക്കെ ഏറ്റവും പ്രാഥമികമായ തലത്തിൽ മാത്രമാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ അതൊക്കെ തീരുമെന്നാണ് പ്രതീക്ഷിക്കുക. ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ബഹുമാനപ്പെട്ട CPM-ൻ്റെ മുൻ മന്ത്രിയും അതുപോലെ തന്നെ അഭിനവ കേരള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തോൽക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ ശ്രീമതി KK ശൈലജ ടീച്ചർ ഇന്നലെ ഒരു വീഡിയോ പുറത്തിറക്കുന്നത് ശ്രദ്ധിച്ചു. അതിനകത്ത് പ്രധാനമായി പറയുന്നത് നുണകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ആ വീഡിയോ. ആദ്യം പറയുന്നത് ഓണത്തിന് അലവൻസ് കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ്. അതേതായാലും വലിയൊരു പുതിയ അറിവായി പോയി. കാരണം ഓണത്തിന് കാശ്മീർ അലവൻസ് കൊടുക്കണമെന്ന് ഒരു സംസ്ഥാന മന്ത്രി തന്നെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഈ പത്രസമ്മേളനം പരാമർശിക്കപ്പെടാൻ വേണ്ടി കാരണമായത് രണ്ടാമത്തെ കാര്യമാണ്. തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്. തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് വെച്ചത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷമില്ലായിരുന്നെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി നടക്കില്ലായിരുന്നു എന്നുള്ളതാണ് ശ്രീമതി KK ശൈലജ ടീച്ചറുടെ ഒരു വീഡിയോയായി പുറത്തു വരുന്നത്. ശ്രീമതി KK ശൈലജ ടീച്ചർ ഇങ്ങനെ ഒരു ടീച്ചർ എന്ന് പറയുന്ന പദവി വെച്ചുകൊണ്ട് നുണകൾ പറയുന്നത്, ഇത്രമാത്രം കള്ളം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം തൊഴിലുറപ്പ് പദ്ധതി ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ തന്നെ ആദ്യമായി മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് ആണ്. 2004 തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുമെന്ന് അത് കൃത്യമായി 2004 കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക, ആ പ്രകടന പത്രികയിലെ 15ാമത്തെ പേജിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, എ നാഷണൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് will be enacted immediately. This will provide a legal guarantee for at least 100 days of employment on asset creating public works programs every year at a minimum wage for every rural household. ഇതാണ് 2004 കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രിക. ഈ പ്രകടന പത്രികയിലാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇതാണ് മഹാത്മാഗാന്ധിയുടെ പേരിട്ട് പുറത്തിറങ്ങിയ തൊഴിലുറപ്പ് പദ്ധതി. 100 ദിനം അത് ഞങ്ങൾ ഉറപ്പ് കൊടുത്തതാണ്. ലീഗൽ ഗ്യാരണ്ടി, നിയമപരമായ ഗ്യാരണ്ടി അത് ഞങ്ങൾ ഉറപ്പ് കൊടുത്തതാണ്. എല്ലാ റൂറൽ ഹൗസ് ഹോൾഡിനും, എല്ലാ ഗ്രാമീണ ജനതയ്ക്കും അത് ഞങ്ങൾ ഉറപ്പ് കൊടുത്തതാണ്. മിനിമം വേജ്, കൃത്യമായ മിനിമം വേജ് അത് ഞങ്ങൾ ഉറപ്പ് കൊടുത്തതാണ്. ഈ ഉറപ്പോടുകൂടിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് അവതരിപ്പിച്ചത്. ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇടതുപക്ഷത്തിന് എന്ത് റോളാണുള്ളത്? CPM-ന് എന്ത് റോളാണുള്ളത്? അതെ, ഇത് മുന്നോട്ട് വെച്ചത് ആരാണ്? കോൺഗ്രസ് അല്ലേ? മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് ആണ്. ഇപ്പം ഞങ്ങളുടെ CPM-ന്റെ പ്രകടന പത്രിക എൻ്റെ കയ്യിലുണ്ട്. ആ പ്രകടന പത്രിക ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. ഈ CPM-ന്റെ 2004 പ്രകടന പത്രികയിൽ ഇത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിച്ചു ചോദിക്കുന്നു. എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ പിന്നോട്ട് പോകാം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച്, കോൺഗ്രസ് അന്ന് ആം ആദ്മിക്ക് സിപ്പായി, ആം ആദ്മികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് അന്നത്തെ മാനിഫെസ്റ്റോ. ആ മാനിഫെസ്റ്റോ മുൻപോട്ട് വെച്ച് ഞങ്ങൾ ഉണ്ടാക്കി വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതി, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന പദ്ധതി കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ അത് ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞ പദ്ധതി, അങ്ങനെ UPA സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയിൽ ഇടതുപക്ഷത്തിന് എന്ത് റോളാണുള്ളത്? ഇടതുപക്ഷം ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ടീച്ചറമ്മയൊന്നും, അതായത് അവരെ CPM-കാർ സൈബർ CPM-കാർ വിളിക്കുന്നതാണ്, ഞാൻ വിളിക്കുന്നതല്ല, അല്ലെങ്കിൽ ശ്രീമതി KK ശൈലജ ടീച്ചറൊന്നും ഈ ക്യാപ്സ്യൂൾ സഖാക്കന്മാരുടെ നിലവാരത്തിലേക്ക് താഴരുത്. ഇങ്ങനെ ഈ ക്യാപ്സ്യൂൾ കമ്മികളായി താഴരുത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. പച്ചക്കള്ളം ഒരു ഉളുപ്പുമില്ലാതെ കേരളത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ പറയാൻ ഇവർ തയ്യാറാകരുത്. കാരണം കേരളത്തിൻ്റെ ജനതയ്ക്ക് അറിയാവുന്ന സത്യങ്ങൾ എത്രമാത്രം അസത്യങ്ങൾ കൊണ്ട് മൂടാൻ ശ്രമിച്ചാലും അതൊന്നും കേരളം വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്.